Next question. Draw the following views of the isometric view given below in third angle projection. അല്ലേ, തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ തന്നിട്ടുള്ള ഐസോമെട്രിക് വ്യൂവിനെ വരയ്ക്കുക. ഏതൊക്കെ വ്യൂ വരയ്ക്കുക? ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, പ്ലാൻ തന്നെ അല്ലെങ്കിൽ അതിനെന്താണ് ടോപ്പ് വ്യൂ അല്ലേ. ഇതാണ് നമ്മുടെ ഐസോമെട്രിക് വ്യൂ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഡയറക്ഷൻ ഇതാണ്, ഇതതിൻ്റെ സൈഡ് വ്യൂ ആണ്, ഇതതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. വരയ്ക്കേണ്ടത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരയ്ക്കുന്നത്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാം. ശരിയല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് വെർട്ടിക്കൽ പ്ലെയിൻ എവിടെയാണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ എവിടെയാണ് വരുന്നതെന്നൊക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്തു. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് റെഫറൻസ് ലൈൻ്റെ മുകളിൽ ഹൊറിസോണ്ടൽ പ്ലെയിനും താഴെ വെർട്ടിക്കൽ പ്ലെയിനും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നമുക്ക് നോക്കാം. ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. കാണാൻ പറ്റുന്ന സർഫസുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ സർഫസ് കാണാൻ കഴിയും. ശരിയല്ലേ? അതുപോലെ ഈ ഒരു സർഫസ് കാണാൻ കഴിയും. ഇതിങ്ങനെയാണ് ഇരിക്കുന്ന ഈ പോർഷൻ. ഓക്കെ, അപ്പോൾ ഈ സൈഡും ഉണ്ടായിരിക്കും, അത് കാണാൻ കഴിയും. ഈ പോർഷൻ കാണാൻ കഴിയും. ഓക്കെ, ഇത് നമ്മളിവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പോർഷനെ കാണാൻ പറ്റും. ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. നമുക്ക് ഈ ചരിവ് ഫ്രണ്ട് വ്യൂയിലൂടെ അറിയാൻ പറ്റില്ല അല്ലേ. ഓക്കെ, ദെൻ ഈ ഒരു സർഫസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇത്രയും സർഫസും നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ കാണാൻ കഴിയും. ശരിയല്ലേ? ഇത്രയും സർഫസുകളല്ലേ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ്, നമ്മൾ ശ്രദ്ധിക്കണം. തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മളിവിടെ ഒരു സ്പേസ് വിട്ടതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ സൈഡിൽ വരയ്ക്കുന്നത്, തേർഡ് ആംഗിൾ പൊസിഷൻ. ശരിയല്ലേ? നമുക്ക് വരയ്ക്കാം. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 62 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. 62 നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് എത്രയാണ്? 16 ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു, 16. ഓക്കെ, ദെൻ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എത്രയുണ്ട്? 42 ആണ്. അപ്പോൾ അതുകൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. 16 ഒരു പോയിന്റ് കൊടുത്തിട്ട് നമുക്ക് ടോട്ടൽ 42 അങ്ങ് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അതുപോലെ ഈ സൈഡിലും എന്ത് മാർക്ക് ചെയ്യുക? 42 മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ 16 വെച്ചുകൊണ്ട് നമ്മൾ ലൈൻ മാർക്ക് ചെയ്യുന്നു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 22 ഉണ്ട്. ഇത് മുതൽ ഇതുവരെയും 22 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും 22 മാർക്ക് ചെയ്യാം. 22 അവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് 10, 20, 22 മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലൈൻ വരയ്ക്കാം. ശരിയല്ലേ? ഈ പോർഷനുമായി ഈ പോർഷനുമായി. ദെൻ ഇത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. നമ്മൾ നേരെ നോക്കുമ്പോൾ നമുക്ക് ഈ ഡയറക്ഷൻ ഇങ്ങനെ കാണാൻ കഴിയില്ല. അതൊരു സ്ട്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒരു ലൈനേ കിട്ടും. അതായത് ഇത് മുതൽ ഇതുവരെ 22 ആണല്ലേ. ഇത് മുതലാണ്, അതായത് അകത്ത് നിന്നാണ്. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്കത് ഇതങ്ങ് മാർക്ക് ചെയ്താലോ. ഇത് മുതൽ ഇതുവരെ 9 ഉള്ളത് അത് നമുക്ക് മാർക്ക് ചെയ്യാം. മുതൽ ഇതുവരെ രണ്ട് സൈഡിൽ 9 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇത് മുതൽ ഇതുവരെയും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് നേരെ കൊണ്ടൊന്നും ഇവിടെ വരയ്ക്കാൻ പറ്റും. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 16 ഉണ്ടല്ലേ. അപ്പോൾ അതുകൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് 16 മാർക്ക് ചെയ്യാം. 60 മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെ ആയി. അതുപോലെ ഈ പോയിന്റിൽ നിന്നും ഇതുവരെ എന്തുണ്ട്? 16 ഉണ്ട്. അതും നമുക്ക് മാർക്ക് ചെയ്യാം. 10, 15, 16. ശരിയല്ലേ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുകളിലേക്ക് വരയ്ക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഈ പോർഷനായി ഈ പോർഷനായി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ അകത്ത് നിന്ന് ഇതുവരെ 22 മാർക്ക് ചെയ്യണം അല്ലേ. ഇതിനകത്ത് നിന്ന്
അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കിട്ടും. ശരിയല്ലേ? നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഈ പോർഷൻ ഇങ്ങനെയല്ലേ നമുക്ക് കാണാൻ കഴിയൂ. ഇതതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണല്ലേ. ആ സെൻറ്റർ പോയിൻറ്റിനെ നമുക്ക് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ദെൻ ഈ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് താഴേക്ക് എത്ര മാർക്ക് ചെയ്യണം? 15 മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ പാരലൽ ലൈൻ. അവിടെ നമുക്ക് എത്ര മാർക്ക് ചെയ്യുക? 15 താഴേക്ക് മാർക്ക് ചെയ്യുക. ശരിയല്ലേ? ദെൻ ഈ പോയിന്റിൽ ഇതും ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കും ജോയിൻ ചെയ്യുക. ശരിയല്ലേ? ഇത്ര തന്നെയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇത്രയും സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ചരിഞ്ഞ പ്രതലമാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടേ കാണാൻ കഴിയും അല്ലേ. ദെൻ ഇത്രയും സർഫസ് ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ഒരു സ്ലോട്ട് ഓപ്പണിംഗ് നമ്മൾ കാണുന്നില്ല. അത് നമ്മൾ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉള്ളതായിട്ട് നമ്മൾ ഹിഡൻ ലൈനായിട്ട് മാർക്ക് ചെയ്യണ്ടേ. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 6 mm എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യാം. എന്തിനാണ് നമ്മളങ്ങനെ മാർക്ക് ചെയ്യുന്നത്? അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ അത് മാർക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? ഇത്ര തന്നെയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ ആണ്, മുകളിൽ നോക്കുന്ന വ്യൂ ആണ്. കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറയുന്നത് നമുക്ക് ഈ സർഫസ് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഈ സർഫസ് കാണാൻ കഴിയും. ഇതുപോലെ ഈ സൈഡിൽ ഒരു ചെറിയ പ്രതലം കാണാം, അത് കാണാൻ കഴിയും. ഈ സർഫസ് കാണാൻ കഴിയും. ഈ സർഫസും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇതും നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇനി ഏത് പറ്റും? ഈ സർഫസും നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂയിലൂടെ നോക്കി ഇത്രയും പോർഷൻ കാണാൻ പറ്റും. ശരിയല്ലേ? ഇത്രയും പോർഷൻസ് അല്ലേ നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂയിലൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂവിനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ എക്സ്റ്റൻഷൻ ലൈനൊക്കെ വളരെ ലൈറ്റ് ലൈനായിട്ട് വേണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഈ സെൻട്രൽ ലൈനും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിടാം. ഓക്കെ, ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസും ഇതും എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് മുകളിലെ ടോപ്പ് ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് മുതൽ ഇതുവരെ എൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 50 ആണ്. നമുക്ക് ഏകദേശം ഒന്ന് മാർക്ക് ചെയ്യാം. 50 mm മാർക്ക് ചെയ്തു. ദെൻ ടോപ്പ് പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 20 ആണ്. 20 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 50 മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് മുതൽ ഇതുവരെ 20 ആണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 16 ആണ്. 16 ആണ്. 16 എടുത്തുകൊണ്ട് നമുക്കിത് മാർക്ക് ചെയ്യാം. അതുപോലെ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 16 ആണ്. മാർക്ക് ചെയ്തു. ദെൻ നമ്മൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചരിഞ്ഞ പ്രതലമായിട്ട് കാണാൻ പറ്റില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യും. ശരിയല്ലേ? ഈ പോർഷനായി, ഈ രണ്ട് പോർഷനായി, ഇതുമായി. ഓക്കെ, ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ 9 mm വിഡ്ത്തിലുള്ള സ്ട്രൈറ്റ് ലൈനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് വരയ്ക്കാം അല്ലേ. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 20. നോക്കി, ഇത് മുതൽ ഇതുവരെ 22 ഉണ്ട്. അതുപോലെ ഇത് മുതൽ ഇതുവരെയും 22 ഉണ്ട്. അത് നമുക്ക് മാർക്ക് ചെയ്യാം.
ഇത് മുതൽ ഇതുവരെ 22 ഉണ്ട്. ഇവിടെയും അതുപോലെ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 22 ഉണ്ട്. അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ. ദെൻ ഇത് മുതൽ ഇതുവരെ 9 ആണുള്ളത്. ഓക്കെ. ദെൻ ഇവിടെയും ഒരു 9 ഉണ്ട്, മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടായി. ഇനി നോക്കിയാൽ ഇനി നമുക്ക് ഇങ്ങനൊരു പോർഷനല്ലേ വേണ്ടത്. അതായത് ഇവിടെ നിന്ന് 8 mm മുകളിലേക്ക് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുക. ഇവിടെ നിന്ന് 8 mm മുകളിലേക്ക് പോയിൻ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇത് രണ്ടും മീറ്റ് ചെയ്യിപ്പിക്കുക, അതുപോലെ രണ്ടും മീറ്റ് ചെയ്യിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ? ഈ പോർഷൻ കാണാം, അതാണ് ഈ കിടക്കുന്നത്. ഈ പോർഷൻ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ആയി. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഓക്കെ. ഇനി നോക്കിയേ, ടോപ്പ് വ്യൂയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്പണിംഗ് ഉള്ള നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണ്ടേ. അതായത് ഇവിടെ നിന്ന് 16 മാറിയും ഇവിടെ നിന്ന് 16 മാറിയാണ് നമുക്ക് ഇങ്ങനൊരു ഓപ്പണിംഗ് കാണുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് എത്ര എടുക്കുക? 16 എടുക്കുക. അതുപോലെ ഈ പോയിന്റിൽ നിന്ന് എത്ര എടുക്കുക? 16 എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യുക. ശരിയല്ലേ? മുകളിലും അതുപോലെ ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. നെക്സ്റ്റ് നമുക്കിതിൻ്റെ സൈഡ് വ്യൂ ആണ്. ശരിയല്ലേ? സൈഡ് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ. ഈ സർഫസ് മാത്രമേ നമുക്കിതിൻ്റെ സൈഡ് വ്യൂയിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഫസ്റ്റ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് വ്യൂ, ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വരയ്ക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂവിൻ്റെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ ഈ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഓക്കെ. ഇത് മുതൽ ഇതുവരെ 50 ഉണ്ട്. അതിൽ ഇത് മുതൽ ഇതുവരെ 16, ഇത് മുതൽ ഇതുവരെ 16. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ടോട്ടൽ 50 ആണുള്ളത്. ഇത് മുതൽ ഇതുവരെ 16 മാർക്ക് ചെയ്തു. ഓക്കെ. അതുപോലെ ഇത് മുതൽ ഇതുവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? 60 മാർക്ക് ചെയ്തു. ഓക്കെ. ദെൻ ഇത് മുതൽ ഇതുവരെ ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 42 ആണ്. അത് തന്നെ ഇവിടെ ഉണ്ടാവും. നമ്മൾ മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെ 20 ഉണ്ട്. മാർക്ക് ചെയ്തു. ദെൻ ഈ 16ൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 6 ആണ്. 6 mm ആണ് ഹൈറ്റ്. നമ്മൾ 6 mm മുകളിലേക്ക് എടുക്കുന്നു. ഇവിടെയും അതുപോലെ 6 mm എടുത്തു. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ശരിയല്ലേ? ഇത്രയും പോർഷൻ ആയില്ലേ? ഇനി ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 16 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് 16 mm. ഓക്കെ. ഈ പോയിൻറ്റും കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ശരിയല്ലേ? ഇത്ര തന്നെയാണല്ലോ ഇതിൻ്റെ സൈഡ് വ്യൂ. ഓക്കെ. ഇനി നോക്കിയേ, ഇങ്ങനെ ഒരു സ്ലോട്ട് ഇവിടെ, ഈ ഒരു ഓപ്പണിംഗ് ഉള്ളത് നമ്മൾ ഇതിൻ്റെ സൈഡ് വ്യൂവിൽ കാണിക്കണ്ടേ? അതായത് നോക്കിയേ, ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇത്രയും സർഫസിൽ മാത്രമേ ഉള്ളൂ അല്ലേ, ഇതിലേക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇതെത്രയാണ്? 8 mm. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, 8 mmലേക്ക് നമ്മളൊരു
ഹിഡൻ ലൈൻ കൊടുക്കുക. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ 8 mm വരെ. ഓക്കെ, അതായത് ഇതിലേക്ക് വരുന്നില്ല ഓപ്പണിങ്, ഈ ഒരു ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ശരിയല്ലേ? ഇത്ര മാത്രമല്ലേ ഇതിൻ്റെ സൈഡ് വ്യൂ വരുന്നുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സൈഡ് വ്യൂവിൽ ഇതാ ഇങ്ങനെ ഒരു ഓപ്പണിങ് ഇവിടെയും വരുന്നുണ്ടല്ലോ, അതും നമ്മൾ കാണിക്കണ്ടേ. അതും ഈ 20-ൽ വരുന്നുള്ളൂ അല്ലേ. അതിലെത്രയാണ്? 15 mm താഴെയായിട്ടൊരു ഓപ്പണിങ് അല്ലേ. താഴെയായിട്ട്. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇത്രയും പോർഷനിൽ വരെ ഓപ്പണിംഗ് ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്യുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡയമെൻഷൻസ് കൊടുക്കുക. ഓക്കെ.